സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദ നിഷ്യന്ദകന്ദം പിബന്ധം നമന്ദം സുദാന്തം ഹസന്തം ഹനുമന്ദമന്ദർഭജേതം നിതാന്തം. രാമ 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 രാമ. ഭാഗ്യം ചെയ്ത രാമായണ പ്രിയരെ, ദേവഗംഗയായി ഒഴുകിപ്പരന്ന ഹിമവാന്റെയും മേനയുടെയും പുത്രിയായ ഗംഗാദേവിയുടെ കഥയാണ് വിശ്വാമിത്ര മഹർഷി ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നത്. അതിമനോഹരമായ ഈ പുരാവൃത്തം എല്ലാ പുരാണങ്ങളിലും വർണ്ണിച്ചിട്ടുമുണ്ട്. ശിവപാർവതിമാരുടെ ചൈതന്യം കൈലാസാചലത്തിലെ ഏകാന്തമായ ഉദ്യാനത്തിൽ ഉദ്ഭവിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ശ്രീ പരമേശ്വരൻ ആ ചൈതന്യത്തെ ഗംഗാദേവിയിൽ നിക്ഷേപിക്കുന്നു. ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ലോകഹിതത്തിനായിട്ടാണ് ഭഗവാൻ ശക്തി ഉൾച്ചേർന്ന ആ ശിവവീര്യത്തെ ഗംഗയിൽ നിക്ഷിപ്തമാക്കാൻ അനുവാദം കൊടുത്തത്. പക്ഷേ ഇതിൽ പാർവതി ക്ഷുഭിതയായി ദേവന്മാരെ ശപിച്ചു, നിങ്ങളൊക്കെ സന്താനങ്ങളില്ലാത്തവരായി തീരട്ടെ എന്ന്. അന്ന് മുതൽ ദേവപത്നിമാർ ഗർഭം ധരിക്കാതായി എന്നാണ് പുരാണം. ഭൂമിദേവി ഈ ചൈതന്യത്തെ സ്വീകരിച്ചു എന്നുള്ളതിനാൽ ഭൂമിദേവിയെയും ശപിച്ചു, നീ പലരുടെയും പത്നിയായി തീരട്ടെ എന്ന്. അതുകൊണ്ടാണത്രേ ഇടയ്ക്കിടയ്ക്ക് അസുരന്മാർ ഭൂമിയെ ഭരിക്കുന്നത്. അനവധി ചക്രവർത്തിമാർ അതിരുകൾ തിരിച്ച് ഭൂമി എൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്നത്. ഗംഗാദേവിയെ ശപിച്ചു, നീ ക്രോധരൂപിണിയായി കലങ്ങി മറിയട്ടെ എന്ന്. ഇങ്ങനെ പാർവതീ ശാപത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് സാക്ഷാൽ കാർത്തികേയൻ്റെ ജന്മകഥ വിശദീകരിക്കുന്നു വാത്മീകി രാമായണം. ഗംഗയിൽ ഉൾച്ചേർന്നതായ ആ ശിവശക്തി ചൈതന്യത്തെ സഹിക്കാൻ കഴിയാതെ ഗംഗാദേവി ദേവന്മാരോട് സങ്കടം പറഞ്ഞു. ദേവന്മാർ അഗ്നിവായുക്കളോട് ആ ചൈതന്യത്തെ ഏറ്റെടുക്കാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ അഗ്നിയും വായുവും ശിവശക്തി ചൈതന്യത്തെ സ്വീകരിച്ചു. അഗ്നിയിലേക്ക് നിക്ഷിപ്തമാകുന്നതെല്ലാം തന്നെ സകല ദേവതകളിലേക്കും എത്തിച്ചേരുന്നു. വായുവിൽ നിക്ഷിപ്തമാവുന്നതെല്ലാം തന്നെ സകല ജീവജാലങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ഇതാണ് സങ്കല്പം. അഗ്നിയിലേക്ക് പ്രവേശിച്ച ശിവശക്തി ചൈതന്യം ശ്വേതപർവ്വതമായി രൂപപ്പെട്ടു. പിന്നീട് അഗ്നിയും വായുവും ചേർന്ന് ഗംഗാപ്രവാഹത്തിലെ വളരെ വിശേഷപ്പെട്ടതായ ശരവണമെന്നു പേരുള്ള ഒരു പൊയ്കയിൽ, ഒരു ഞാങ്ങണ പുൽക്കാട്ടിൽ ആ ചൈതന്യം നിക്ഷേപിക്കുകയും അത് അത്ഭുത ശിശുവായി രൂപം പ്രാപിക്കുകയും ചെയ്തു. അവനാണ് കാർത്തികേയൻ. ഈ ശരവണപ്പൊയ്കയിൽ വന്നു ചേർന്നതായ ശിവശക്തി ചൈതന്യത്തിൽ നിന്ന് അവതരിച്ച ആ ബാലകൻ ഒരൊറ്റ ദിവസം കൊണ്ടു തന്നെ കുമാരഭാവത്തെ പ്രാപിച്ചു എന്ന് കഥ പറയുന്നു. വിശ്വാമിത്രവച ശ്രുത്വാ കഥാന്തേ രഘുനന്ദന
ഉവാച പരമപ്രീതോ മുനിം ദീപ്തമിവാനലം ശ്രോതുമിച്ഛാമി ഭദ്രം തേ വിസ്തരേണ കഥാമിമാം പൂർവജോ മേ കഥം ബ്രഹ്മൻ യജ്ഞം വൈ സമുപാഹരൻ. കാർത്തികേയന്റെ ജന്മകഥയിൽ വളരെ വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വാത്മീകി രാമായണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഗംഗയുടെ കൈവഴികളിൽ വന്നു ചേർന്നതായ ആ ശക്തി ചൈതന്യം, അതിൻ്റെ പ്രഭാവം ഭൂമിയിൽ ദിവ്യമായിരിക്കുന്നതായ തേജസ്സായി പരിണമിച്ചു. ഗംഗയുടെ ആ ജലമയമായിരിക്കുന്ന തത്വത്തിൽ ഉൾച്ചേർന്ന് ഹിമവൽ പാർശ്വത്തിൽ ഈ ചൈതന്യം പ്രതിഷ്ഠിച്ച സമയത്ത് അതിൽ നിന്നുള്ളതായ തേജസ് എല്ലായിടത്തും വ്യാപിച്ച് സ്വർണം, വെള്ളി, ചെമ്പ്, കാരിരുമ്പ് എന്നിവയൊക്കെ ഉണ്ടായി എന്നും അവിടെ നിന്നൊഴുകിയതായ അഴുക്കുകളെല്ലാം തകരം, ഈയം എന്നിവയൊക്കെയായി പരിണമിച്ചു എന്നും സൂചിപ്പിക്കുന്നു. ജാതരൂപമിതി ഖ്യാതം തദാ പ്രഭൃതി രാഘവ സുവർണം പുരുഷവ്യാഘ്ര ഹുതാശന സമപ്രഭം. അന്ന് മുതൽ അഗ്നിതുല്യമായിരിക്കുന്നതായ സ്വർണത്തിന് ജാതരൂപം എന്ന് പേര് വന്നു എന്ന് നമ്മൾ ഇതിനു മുമ്പ് കഥ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. പലപ്പോഴും പുരാവൃത്തങ്ങൾ പറയുമ്പോൾ ആ പുരാവൃത്തങ്ങൾ ചില ഐതിഹ്യങ്ങൾ കൂടി ഉൾച്ചേർന്നതാണ്. ഐതിഹ്യം എന്ന വാക്കിനർത്ഥം ഇതി ഇഹ ആസീത് എന്നായിരുന്നു എങ്കിലും ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഐതിഹ്യം എന്ന പദത്തിൻ്റെ അർത്ഥം പറയുന്നത് എങ്കിലും പലപ്പോഴും ഐതിഹ്യം ചില സ്ഥലങ്ങളുടെ, ചില വസ്തുക്കളുടെ, ചില പ്രത്യേക പ്രതിഭാസങ്ങളുടെ ഒക്കെ മഹത്വത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഭൂമിയിലുള്ളതായ ധാതുക്കളുടെ സവിശേഷതകളെ സൂചിപ്പിക്കാൻ ചില പുരാവൃത്തങ്ങളിലെ സന്ദർഭങ്ങൾ വിനിയോഗിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ശരവണപ്പൊയ്കയിൽ ജനിച്ചതായ ആ ബാലനെ ശുശ്രൂഷിക്കാൻ ദേവന്മാർ നിയോഗിച്ചത് 6 കൃത്തികമാരെയാണ്. തതസ്തു ദേവതാ സർവ കാർത്തികേയ ഇതി ബ്രുവൻ പുത്രസ്ത്രൈലോക്യ വിഖ്യാതോ ഭവിഷ്യതി ന സംശയ. ആ കൃത്തികമാർക്ക് ആ കുഞ്ഞിനെ കണ്ട മാത്രയിൽ തന്നെ സ്തന്യം ചുരന്നു. അവർ ആ കുട്ടിയെ എടുത്ത് വളർത്തി. അവർ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു, ഇവൻ ലോകത്തിൻ്റെ മുഴുവൻ പുത്രനാണ്, ഞങ്ങളുടെയും പുത്രനാണ്. താക്ഷീരം ജാതമാത്രസ്യ കൃത്വാ സമയമുത്തമം ദദു പുത്രോയമസ്മാകം സർവാസാവിധി നിശ്ചിത. ലോകത്തിൻ്റെ മുഴുവൻ മകൻ, അതാണ് കാർത്തികേയ സങ്കല്പം. ആ കാർത്തികേയന് അനവധി നാമങ്ങളുണ്ട്. ഈ പറയുന്നതായ ജന്മകഥ വ്യത്യസ്തമായ രീതികളിൽ പല പുരാണങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം കാർത്തികേയ ജന്മം എന്ന് പറയുന്നത് ഒരു ദാർശനികമായിരിക്കുന്നതായ കഥാവിവരണം കൂടിയാണ്. സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആ കഥയിലെ കഥാപാത്രങ്ങളെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ച ആവിർഭാവ തത്വങ്ങളെല്ലാം തന്നെ അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ശിവശക്തി ചൈതന്യത്തെ സ്വീകരിക്കുന്ന ഗംഗാദേവി, ജലമയമായിരിക്കുന്ന ആ തത്വത്തെ ധരിക്കുന്ന ഭൂമിദേവി,
പിന്നെ അതിനെ സ്വീകരിക്കുന്നതായ അഗ്നി, വായു, അങ്ങനെയുള്ളതായ ആ കുമാരന് കാർത്തികേയൻ എന്ന പേര് കൃത്തികകൾ എടുത്ത് വളർത്തിയതിനാൽ ലഭിച്ചു. ഗുഹ്യമായിരിക്കുന്നതായ ജന്മത്തിൻ്റെ രഹസ്യം നിഗൂഢമാണ് ഇപ്പോഴും. അതുകൊണ്ട് ശ്രീഗുഹൻ എന്ന പേരും, ബ്രഹ്മതത്വം തന്നെയാണ് ആ കുമാരൻ എന്നർത്ഥത്തിൽ സുബ്രഹ്മണ്യൻ, ശിവതേജസ്സിൽ നിന്ന് ഉദ്ഭവിച്ചവൻ, ശിവന്റെ സങ്കല്പത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നർത്ഥത്തിൽ വചത്ഭുവൻ, 6 മുഖങ്ങളോടുകൂടി അവതരിച്ചു. ഈ 6 മുഖങ്ങൾ 6 ശാസ്ത്രങ്ങളാണെന്നും ഭഗവാന്റെ 6 ഗുണങ്ങളാണെന്നും ഒക്കെ വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് ഷൺമുഖൻ, 6 മുഖൻ, ശക്തിഹസ്തൻ, ശരവണപ്പൊയ്കയിൽ ജനിച്ചതുകൊണ്ട് ശരവണഭവൻ, ഇങ്ങനെയുള്ള അനന്തനാമങ്ങളോടുകൂടി കാർത്തികേയൻ വിഖ്യാതനായി. ആ കാർത്തികേയനെ ദേവന്മാരെല്ലാവരും ദേവലോകത്തെ സേനാധിപതിയാക്കി താരകാസുര നിഗ്രഹത്തിന് വേണ്ടി അങ്ങനെ സർവദേവതകളുടെയും അകമ്പടിയോടുകൂടി കാർത്തികേയൻ പുറപ്പെട്ടു, താരകാസുരനെ വധിച്ചു. ഈ താരകാസുര നിഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ സഞ്ചരിച്ച സ്ഥലങ്ങൾ, സൈന്യങ്ങളോടുകൂടി തമ്പടിച്ച ആ സ്ഥാനങ്ങൾ ആറുപടൈ വീട് എന്ന പേരിൽ പ്രസിദ്ധമായി. സ്കന്ദൻ്റെ ഈ യുദ്ധയാത്രയുടെ കഥ വളരെ വിശേഷ രൂപത്തിൽ വിസ്തരിക്കുന്ന ചെറിയൊരു സ്കന്ദപുരാണം കൂടിയുണ്ട്. ഇവിടെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമന് ഗംഗയുടെ മാഹാത്മ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കഥ വിസ്തരിച്ചിട്ടുള്ളത്. സ്കന്ദ ഇത്യബ്രുവൻ ദേവ സ്കന്നം ഗർഭപരിസ്രവേ കാർത്തികേയം മഹാബാഹും കാകുൽസ്ഥ ജ്വലനോപമം ഏഷതേ രാമ ഗംഗായ വിസ്തരോഭിഹിതോ മയാ കുമാരസംഭവശ്ചൈവ ധന്യ പുണ്യസ്തഥൈവ ച. അല്ലയോ ശ്രീരാമ, ഗംഗയുടെ മാഹാത്മ്യത്തെ വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കുമാരസംഭവ കഥ പറഞ്ഞത്. കുമാരസംഭവം എന്ന പേരിൽ കാളിദാസൻ വിഖ്യാതമായൊരു കാവ്യം ഭാരത സഹൃദയ ലോകത്തിന് നൽകിയിട്ടുണ്ട്. ലോകം മുഴുവൻ കാളിദാസ കൃതികൾ പാടുമ്പോൾ അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒന്നാണ് കുമാരസംഭവം. കാർത്തികേയൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥ, അല്ലെങ്കിൽ മാരനെ കുൽസിതമാക്കി തീർത്തതായ ശിവവീര്യത്തിൻ്റെ കഥ, ശിവചൈതന്യത്തിൻ്റെ കഥ, ശിവമാഹാത്മ്യത്തിൻ്റെ കഥ, ശിവപാർവതി സംഗമത്തിൻ്റെ കഥ, ശിവപാർവതി പ്രണയത്തിൻ്റെ കഥ, ഇങ്ങനെയൊക്കെയായി കുമാരസംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. കുമാരസംഭവത്തിൽ കാർത്തികേയ ജനനം സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുവരെയുള്ള കഥകളാണ് വിസ്തരിക്കുന്നത്. പാർവതീദേവി സാക്ഷാൽ ശ്രീ പരമശിവനെ പൂജിക്കുന്നതും ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം പരമശിവൻ്റെ ധ്യാനത്തിന് വിഘ്നം വരുത്തുന്നതിന് വേണ്ടി കാമദേവൻ എത്തിച്ചേരുന്നതും, വസന്തനോടൊപ്പം വന്ന് കാമദേവൻ ആ ഭഗവാന്റെ ധ്യാനത്തിന് ഭംഗം വരുത്താൻ ശ്രമിക്കുമ്പോൾ 3-ാം കണ്ണിൽ നിന്ന് അഗ്നി ഉണർന്ന് ആ കാമദേവനെ ദഹിപ്പിക്കുന്നതും, പിന്നീട് പാർവതീദേവി ചെയ്യുന്ന തപസ്സും പരമശിവൻ സന്തുഷ്ടനാകുന്നതും, ശിവപാർവതി വിവാഹവും. ഇതാണ് കുമാരസംഭവം എന്ന കാവ്യത്തിലെ കഥ. അവിടെയും ഹിമവാന്റെ പുത്രിയായ പാർവതി, അപ്പോൾ പർവ്വതത്തിൻ്റെയും പർവ്വതപുത്രിയുടെയും കഥയായി ആ കാവ്യത്തെ നമുക്ക് കാണാം. രാമായണം വാത്മീകി
രചിച്ച ആ ശൈലി എത്രത്തോളം കാളിദാസാദികളാകുന്നതായ സംസ്കൃത മഹാകവികളെ സ്വാധീനിച്ചു എന്നുകൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം. അതുകൊണ്ടാണ് വാത്മീകി രാമായണം ആദികാവ്യമായത്. ഈ വാത്മീകി രാമായണത്തെ അധികരിച്ച് എത്രയെത്ര വിചിത്രങ്ങളായ മനോഹരങ്ങളായ കഥകളും കാവ്യങ്ങളും ലോകത്തിപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പ്രബന്ധങ്ങൾ, വ്യാഖ്യാനങ്ങൾ, നിരൂപണങ്ങൾ, സംവാദങ്ങൾ, വിവാദങ്ങൾ, ഒരിക്കലും അവസാനിക്കാത്ത രാമായണാസ്വാദനത്തിൻ്റെ തീർത്ഥാടനം. ശ്രീരാമദേവന് ഗംഗയുടെ മാഹാത്മ്യത്തെ വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ രാമൻ ചോദിക്കുന്നു, അവരെത്തിച്ചേർന്നതായ സ്ഥാനം വിശാല എന്നു പേരുള്ള മനോഹരമായ ഒരു നഗരമാണ്. അവിടെ വെച്ച് ഗംഗയുടെ ഭൂമിയിലേക്കുള്ള വരവിനെക്കുറിച്ചുകൂടി വിശ്വാമിത്രൻ വർണ്ണിക്കുകയാണ്. അതിനുശേഷം വിശാല എന്ന് പേരുള്ളതായ ആ നഗരത്തിൻ്റെ മാഹാത്മ്യവും മനോഹരമായി കഥയായി ഇതൾ വിരിയുന്നു. ശ്രോതുമിച്ഛാമി ഭദ്രം തേ വിസ്തരേണ കഥാമിമാം പൂർവജോ മേ കഥം ബ്രഹ്മൻ യജ്ഞം വേ സമുപാഹരൽ. ഈ കഥകളൊക്കെ രാമൻ കേട്ടിട്ടുണ്ട്. എങ്കിലും കഥ പറയുന്ന വ്യക്തിയുടെ പ്രത്യേകതകളെ കൊണ്ട് അത് കൂടുതൽ ആസ്വാദ്യകരമാവുന്നു എന്നുള്ളതിനാൽ വിശ്വാമിത്രനിൽ നിന്ന് തൻ്റെ വംശകഥ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രാമൻ ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ദേവഗംഗയായി ആകാശഗംഗയായി പരന്ന ശിവപാർവതി ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ച കാർത്തികേയൻ്റെ അമ്മയാകാൻ ഭാഗ്യം സിദ്ധിച്ച ആ ഗംഗയുടെ ഭൂമിയിലേക്കുള്ളതായ പ്രവാഹം, അതിന് കാരണം ശ്രീരാമദേവൻ്റെ പൂർവീകനായിരിക്കുന്ന ഭഗീരഥൻ എന്ന രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പൂർവീകനായ ദിലീപൻ ഈ കഥ ആരംഭിക്കുന്നതാകട്ടെ സഗര രാജാവിൽ നിന്ന്. അപ്പോൾ സഗരൻ, അസമഞ്ജസൻ, അംശുമാൻ, ദിലീപൻ, ഭഗീരഥൻ, ശ്രീരാമൻ്റെ പൂർവീകരായിരിക്കുന്ന ഈ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം ഗംഗ പാപനാശിനിയായി ഭൂമിയിൽ ഒഴുകി പരക്കാനുണ്ടായ കാരണത്തെ വിശദീകരിക്കാൻ. ആ കഥ വിശ്വാമിത്രൻ ഇതാ പറയാൻ തുടങ്ങുന്നു. അയോധ്യാധിപതിയായിരിക്കുന്ന സഗരൻ, ആ സഗരന് 2 പത്നിമാർ. വിദർഭപുത്രിയായ കേശിനി ആദ്യ പത്നി, രണ്ടാമത്തെ പത്നി അരിഷ്ടനേമിയുടെ പുത്രിയായിരിക്കുന്ന സുമതിയാണ്. അരിഷ്ടനേമി എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്. അപ്പോൾ ഈ സുമതി ഗരുഡൻ്റെ പുത്രിയാണ് എന്ന് ഈ കഥാന്ത്യത്തിൽ വിശദമാക്കുന്നുണ്ട്, കഥയുടെ ഒരിടവേളയിൽ. ഹിമവാനും വിന്ധ്യപർവ്വതവും മുഖാമുഖം നോക്കി നിൽക്കുന്നതായ സ്ഥാനത്ത് വെച്ച് സഗര മഹാരാജാവ് ഒരു മഹായജ്ഞം ആരംഭിച്ചു. ആ മഹായജ്ഞശാലയിൽ വെച്ച് ഭൃഗുമഹർഷി രാജാവിന് അനുഗ്രഹം കൊടുത്തു. 2 ഭാര്യമാരിൽ ഒരുവൾ 60,000 പുത്രന്മാരെ പ്രസവിക്കും, മറ്റൊരുവൾ വംശത്തെ നിലനിർത്തുന്നതായ ഒരു പുത്രനെ പ്രസവിക്കും. ഇതാണ് ഭൃഗുമഹർഷി കൊടുത്ത വരം. അപ്പോൾ ഈ പത്നിമാർ 2 പേരും ഭൃഗുമഹർഷിയോട് ചോദിച്ചു,
ഇതിൽ ആരാണ് 60,000 പുത്രന്മാരെ പ്രസവിക്കുക, ആരാണ് ഒരു പുത്രനെ പ്രസവിക്കുക? അത് കേട്ട് ഭൃഗു മഹർഷി പറഞ്ഞത് അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എന്നാണ്. അപ്പോൾ സഗരൻ്റെ ആദ്യ പത്നിയായ കേശിനി കുലത്തെ നിലനിർത്തുന്ന ഒരു പുത്രനെ എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടു. സുമതി 60,000 പുത്രന്മാരെയും ആഗ്രഹിച്ചു. അങ്ങനെ ഭൃഗു മഹർഷി സഗരനെയും ഭാര്യമാരെയും അനുഗ്രഹിച്ചു. ഭൃഗുപ്രസ്രവണം എന്ന വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമായി ഈ യജ്ഞം നടത്തിയ സ്ഥലത്തെക്കുറിച്ച് വാത്മീകി രാമായണം പറയുന്നു. യഥാകാലം എത്തിയപ്പോൾ സഗര രാജാവിൻ്റെ ആദ്യ പത്നിയായ കേശിനിക്ക് ഒരു പുത്രൻ ജനിച്ചു. അവൻ്റെ പേരാണ് അസമഞ്ജസൻ. സുമതിക്ക് ജനിച്ചത് ഒരു മാംസപിണ്ഡമാണ്. പിന്നീട് ഭൃഗുമഹർഷിയുടെ അനുഗ്രഹ വചസ്സുകൾ സ്മരിച്ച് ആ മാംസപിണ്ഡത്തെ 60,000 നെയ്ക്കുടങ്ങളിലാക്കി സംരക്ഷിച്ചു. അങ്ങനെ ആ 60,000 നെയ്ക്കുടങ്ങളിൽ നിന്ന് 60,000 പുത്രന്മാർ ജനിച്ചു. കേശിനിക്ക് ജനിച്ച അസമഞ്ജസൻ എന്ന പുത്രനാകട്ടെ കുട്ടിക്കാലം മുതലേ തന്നെ നീചമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്ത് ജനങ്ങൾക്ക് അവൻ ഒരു ശല്യമായി പരിണമിച്ചു. നാട്ടിലുള്ളതായ കൊച്ചു കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി സരയൂ നദിയിൽ വലിച്ചെറിയുക, ഇങ്ങനെയുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിച്ചവനായിരുന്നു ഈ അസമഞ്ജസൻ. അതുകൊണ്ട് സഗര രാജാവ് ഈ അസമഞ്ജസനെ നാടുകടത്തി. പിന്നീട് സഗര മഹാരാജാവ് ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗത്തിൻ്റെ കഥയാണ് ഗംഗയുടെ മനോഹരമായിരിക്കുന്ന ഭാരതഭൂമിയിലൂടെ ഒഴുകിയ ചരിത്രമായി പരിണമിക്കുന്നത്. ഗംഗ ഭാഗീരഥിയായ കഥ. സമുദ്രത്തിന് സാഗരം എന്ന പേര് ലഭിച്ച കഥ. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. രാമ 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 രാമ